ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മിൽഡ ഫിക്രാദോ. ഞാനിപ്പോൾ UK-യിലാണ്. ഞാനിവിടെ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട്. നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. ഇപ്പം എൻ്റെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. ഹലോ, ഹായ്, എൻ്റെ പേര് ജിജോ പോൾ. എൻ്റെ പേര് കെയ്റ്റ് ആൻഡ് ഫെലീസ. ഫെലീസയാണ്. ഞാനിപ്പോൾ അല്ലിച്ചയുടെ കൂടെയാണ്. ഞാൻ അല്ലേ ഡാഡിയുടെ മമ്മി ഞാനിപ്പോൾ എത്തിയുണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഫെലിമോളുടെ കുടുംബമില്ല. എന്തെന്നാ മാനാണത്? മാൻ താറാവാണത്. ഇത് താറാവല്ലോ, മാനാണ്. ഡിയർ. ഡാഡി ഹീറോ അല്ലേ ബേബി? ഡാഡി ഹീറോ അല്ലേ? ഇവിടെയാണ് ഞങ്ങൾ എമ്പുരാൻ കണ്ടത്. സിനിമയുടെ നിയറസ്റ്റ് ആയിട്ടുള്ളതാണ്. സൈക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ? സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോണത്. എത്രയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചാലും ഇവിടെ അടിച്ചിട്ട് പോകും. ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള സ്ഥലം. ബസ് സ്റ്റോപ്പിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കാണുന്നത്. അവിടെ ബസ് മാത്രമേ നിർത്താൻ പാടുള്ളൂ. Yellow lane. What is it? ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. സൈഡിൽ യെല്ലോ ലൈൻ അല്ല, സൈഡിൽ ഡബിൾ യെല്ലോ ലൈൻ, which means do not stop. അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സൈക്കിൾ ലൈൻ ലെഫ്റ്റ് സൈഡിലുള്ള സൈക്കിളിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. സൈക്കിളിന് ഒരു ചർച്ചാണ്. നോക്കിയ ചർച്ചാണ്. നൈസ് ചർച്ച്. എൻ്റെ ഒരു ആർക്കിടെക്ചർ. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ട്രാവൽ ചെയ്യുമ്പോൾ ഫോൺ തരാത്തതിന്റെ പേരിൽ വഴക്കിട്ടിരിക്കുന്ന ഫെലി. കുറെ ഏരിയ ഉള്ള നല്ല പാർക്കാണത്. കുറെ സ്വാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് സ്വാൻ ഇഷ്ടംപോലെ ഉണ്ട്. വീടിന്റെ സ്ട്രക്ചർ ആണ്. അത് രസമാണല്ലേ?
പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഈ കാണുന്ന ഓരോ ചർച്ചും ഓരോ ബിൽഡിങ്ങുകളും 100 വർഷത്തിന് മേളിലൊക്കെ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. സ്ട്രോങ് ആണല്ലോ. ചരിത്രമുണ്ട്, കുറെ ചരിത്രമുള്ള ബിൽഡിങ്സ് ആണ്. ഈ കാണുന്നതൊക്കെ പുതിയതായിരിക്കും കേട്ടോ. ഇതല്ലേ മമ്മി എപ്പോഴാണ് എനിക്ക് ഫോൺ തന്നെ? അതൊക്കെ ഡാഡ് ഓഫീസിലെത്തൂല്ലേ, നമ്മുടെ ഡാഡി ഇങ്ങനെ പോകുമ്പോൾ അവന് ഫോൺ. ഓക്കെ, എന്തിനാണ് ഫോൺ കിട്ടിയിട്ട്? എന്തിനാണ് ഫോണിൽ എന്ത് ചെയ്യാനാ? യൂട്യൂബിൽ ആരെയും കൂടുതൽ ഇഷ്ടം? പേരെന്താണ്? കുറെ വീഡിയോസ് കാണാറുണ്ടല്ലോ, ഏതൊക്കെ കാണുന്നത്? ആരുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ളത്? ഏത് മാമ? ഒരു പേര് പറയുമായിരുന്നല്ലോ, ഡയാന. ഡയാന ഇഷ്ടമാണോ? കുറെ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കുറെ ഫീൽഡ്സ് ഉണ്ട്. ഐ ഷോ യു. ഓക്കെ, അതിനുള്ളിൽ നോക്കിയ ഹോഴ്സസിന് കാണാം. ഹോഴ്സസ് ഉണ്ട്. സീ കണ്ടാ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിൽ നോക്കിട്ടാ. ഈ ഒരു ഏരിയ വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് റോഡ്സ് ആണ്. ഇവിടെ 40 miles സ്പീഡിൽ പോകുന്നത് ഇത്രയും ഏരിയ. ആ സ്റ്റേഷൻ തുടങ്ങിയിട്ട് ഇവിടെ ഒത്തിരി ഹോഴ്സസ് ഉണ്ട് ഇവിടെ. വീണ്ടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. അതെ അതെ, ഇന്ന് നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെ പ്രതീക്ഷ ഒരു സിക്സാക്ക് ലൈൻസ് ഉണ്ടോ? വണ്ടികൾ അതിന്റെ ഇപ്പത്തേക്ക് വരാൻ പറഞ്ഞത് സിക്സാക്കോ? അപ്പോൾ അത് സിംഗിൾ ലൈൻ ഉണ്ടല്ലോ, സിംഗിൾ ലൈനും യെല്ലോ ലൈനും. എനിക്കറിയില്ല. സിക്സാക്കിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ സ്ലോ ഡൗൺ ചെയ്യണം. അത് സ്ലോ ഡൗൺ ചെയ്യുന്നത് അവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ട്, അതുകൊണ്ടുള്ള നാരോ ഒരു ഏരിയ അല്ലേ, ആ റോഡ് വന്നിട്ട് പെട്ടെന്ന് നാരോ അതുകൊണ്ടാണ് സിക്സാക്ക്. പിന്നെ ഈ ബസ് സ്റ്റോപ്സ് കണ്ടോ, ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് കണ്ടോ, ഇത് ഭയങ്കര നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ പോകാനുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് നമ്മളിപ്പോൾ പോകാനുള്ള ബസ്, ഇതിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. കം ബേബി, ലെറ്റ്സ് ഗോ. ഈ ബസ്സുകളിൽ ഒരു റെഡ് ബട്ടൺ കണ്ടോ, അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തി തരും. എപ്പോഴാണോ നമുക്ക് ഇറങ്ങേണ്ടത് ആ ബെല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിർത്തി തരും. അറിയാത്തവർക്ക് വേണ്ടിയുള്ള അറിവിലേക്ക് പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ബസ്സിലും മൊബൈൽ ചാർജിങ് പോർട്ടുകളുണ്ട്.
ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. ഇത് ഭയങ്കര ഒരു പ്രയോറിറ്റി ഉള്ളൊരു സംഭവമാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഇപ്പോഴും മെയിൽ അടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ ഒഫീഷ്യൽ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം മെയിൽ ത്രൂ ആയിരിക്കുള്ളൂ നമുക്ക് അറിയിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ അതൊരു സ്റ്റേഷനറി ഷോപ്പും കൂടിയാണ്. UK നമ്മുടെ നാട്ടിലെ പോലെ ട്രാഫിക് പോലീസൊന്നുമില്ല. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ വണ്ടികളെല്ലാം നിർത്തി തരും. ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം. വെരി സിമ്പിൾ. ഇതാണ് എൻ്റെ ഓഫീസ്. ഓഫീസിലേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. കൂട്ടത്തിൽ ഫെലിമോളെ കൊളീഗ്സിനെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഒച്ചെടുക്കട്ടോ, സൈലൻ്റ് ആയിരിക്കണം കേട്ടോ. സ്റ്റോപ്പ്. ഞാൻ കേട്ടോ ഡാഡ് ഓഫീസിൽ കയറാം. ഇതാണ് ഡാഡ് ഓഫീസ്. ഡാഡ് ഓഫീസ് ഇതാണ്. ഞാൻ അവിടെ കിടന്ന് വെച്ചുണ്ടാക്കരുതട്ടാ. തുറന്നാ കയറിക്കുമ്പോളൂ. വെരി ഗുഡ്. നീ ഇവിടെ 0 മർത്ത്. ഇവിടെ വാ. 0. ഇത് യെസ്. കണ്ടോ അടഞ്ഞു കണ്ടോ. എങ്ങനെയുണ്ട് ഡാഡ് ഓഫീസ്? ഇഷ്ടപ്പെട്ടോ? ഡാഡിയുടെ കൊളീഗ്സിനെയൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചാ? സ്മാർട്ടായിട്ട് സംസാരിക്കണോട്ടെ എല്ലാവരോടും. എല്ലാവർക്കും ഫിലിമോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നീ ആ ഡോർ തുറന്നു. ആ ഡോർ തുറന്നു. തള്ളിക്കോ. ഒരെണ്ണം 1. അത് തന്നെ. കണ്ടോ നമ്മൾ പുറത്തെത്തി. പുഷ്. ഫെലിമോളായിട്ട് പുറത്ത് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അവൾ ഭയങ്കര ഓട്ടമാണ്. കണ്ടോ, പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ. ഓരോരുത്തർ കിടന്നുറങ്ങുന്ന സ്ഥലമാണത്. ഹോംലെസ് ആൾക്കാരില്ലേ, ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ഇതാണത്. കയറൂല, ജീവികൾ കയറൂല. ഇവിടെ എവിടെ ജീവികളുള്ളത്? അല്ലെങ്കിൽ ജീവികളെ കണ്ടിട്ടുണ്ടായി. ജീവികളൊക്കെ ചിലപ്പോൾ കയറിയിരിക്കും, നമുക്കറിയില്ലല്ലോ. നിനക്കൊരു ടെൻറ്റ് മേടിച്ചു തരാട്ടാ. നീ ഒരു ദിവസം പോയി രാത്രി പോയി കിടന്നോക്ക്. അപ്പം അറിയാലോ ജീവികൾ കയറോ ഇല്ലയെന്ന്. കണ്ടാ, മമ്മിയും മോളും കൂടി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കണണ്ട. ഞാനിവിടെ ശശി. സൈക്കിളുണ്ടോ? എൻ്റെ ബേക്കിൽ ഒരു സാധനമൊക്കെ വെച്ച് കിട്ടിക്കുന്നുണ്ട്. ഇലക്ട്രിക് ബൈക്കാണിത്. ഇവിടെ ഇതേപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ബാക്കിലൊരു ഒരു ഹട്ട് പോലെയൊക്കെ പിടിപ്പിച്ചിട്ട്
അതിൽ കയറ്റിയിട്ടാണ് കുട്ടികളെ കൊണ്ടുപോകണം. അല്ലാതെ ആ കേരിയറിലൊന്നും ഇരുത്തിക്കൊണ്ട് പോകാൻ പാടില്ല. ഇപ്പം ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുള്ളൂ ഈ കുറുക്കനൊക്കെ ഉള്ളത്. കുറുക്കനൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. പക്ഷെ പകൽ പുറത്തോട്ട് ഇറങ്ങൂല അവർ, രാത്രി ആകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങും. താങ്ക് യു. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. ഇതേ നമുക്ക് ടവർ ബ്രിഡ്ജ് ഒന്ന് കാണാം. കണ്ടോ? അങ്ങനെ ഫെലി ലണ്ടനിലെത്തി. ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിൽ നിൽക്കുവാണ്. ഫെലി ഒരു ഹായ് പറഞ്ഞേ. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇന്ന് നല്ല ചൂടുള്ള ദിവസം, ഒട്ടും പറ്റുന്നില്ല. യുദ്ധക്കപ്പല ഈ ചെറുത് കാണുന്ന ഊബറിന്റെ ഇതാണത്, ഊബർ സർവീസ്. ആ ബസ്സിലാണ് റൈഡ് ഉള്ളത്. ആ ബസ്സിലാണ് റൈഡ്. ഫുൾ അവർ പറഞ്ഞ ഏരിയാസൊക്കെ കവർ ചെയ്ത് തരും. വലിയ കാര്യമൊന്നുമില്ല, 25 വേണ്ട ഒരാൾക്ക്. അതിപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ 49 പൗണ്ടാണ്. ഇനി ഫെലിമോൾ ഇതിൽ കയറുമ്പോൾ തന്നെ ഉറങ്ങും. പിന്നെ എന്തിനാ അല്ലേ ഫെലി? അല്ലു വരുന്ന വെച്ചെങ്കിലും ഓക്കെ, ഫണ്ണായിരിക്കും. അല്ലു വരട്ടെ, അല്ലു വരുമ്പോൾ നമുക്ക് പോകാം. അതെ അതെ. ലണ്ടൻ ബ്രിഡ്ജ് ഹോസ്പിറ്റൽ. അതിലെ കൊണ്ടല്ല, അതിൽ വരാൻ പറ്റില്ല. അങ്ങനെയല്ല, മോളിൽ കൂടി ചാടിയോ. യെസ്, വെരി ഗുഡ്.
ഇതെന്തിനാണ് ഈ സാധനം വെച്ചേക്കണേന്ന് അറിയാമോ? അറിയില്ല. കാറുകളൊക്കെ പോലെ വണ്ടികളൊക്കെ പോലെ പിന്നെ വാക്കുവേ കൂടിയാണോ കാറ് പോണത്? പിന്നെ എന്താണെന്ന് അറിയില്ല. ഇല്ല. അല്ല എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ അടുത്ത് വെച്ചത്. എന്തോ എന്താ മോളു? അതിക്ക് ചാടാൻ വേണ്ടിയാണ്. ചാടാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അല്ലേ? അതിൽ കയറി ചാടാൻ വേണ്ടിയിട്ടാണ് മോളു. ആ ഫെലിമോക്ക് അറിയാം. വെള്ളം മേടിച്ചു കുടിച്ച സ്ഥലം അല്ലേ? അതെ. എത്ര 1.5 പൗണ്ട് പോയിട്ട് അയ്യോ 150 രൂപ പോയി എന്ന് പറഞ്ഞിട്ട്, 1/2 ലിറ്റർ വെള്ളത്തിന് 150 രൂപ പോയി എന്ന് പറഞ്ഞിട്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ പത്രം വേണമെങ്കിൽ എടുത്ത് വായിക്കാം, ഫ്രീ ആണ്. ആർക്ക് വേണമെങ്കിൽ എടുക്കാം, ആർക്ക് വേണമെങ്കിൽ വായിക്കാം. നമ്മുടെ നാട്ടിലെ പോലെ പത്രത്തിന് കഴുത്തറപ്പം പൈസ ഒന്നുമില്ല. ഏത് മുടി കൂടിയാണ് താഴത്തെ കൂടിയാണ് ആയിരിക്കണം. സിറ്റി ഓഫ് ലണ്ടൻ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടാക്സി. പിള്ളേരെ കൊണ്ടുവന്നുണ്ടോ മോള്? പിള്ളേരെ സൈക്കിളിൽ കൊണ്ടുവന്നേക്ക് നോക്കി. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ കുട്ടികളെ സൈക്കിളിൽ കൊണ്ടുവന്നത്. കുട്ടികളോട് ഇരിക്കും, സൈക്കിൾ ഓട്ടി കൊണ്ടുപോകും. അതേപോലത്തെ സൈക്കിളാണ് ഈ കാണുന്നതൊക്കെ. ഉണ്ടോ എന്തൊക്കെ വെറൈറ്റി സൈക്കിൾസാണ്. ആയി പ്രാവ് പ്രാവ് പിടിച്ചോ 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 മോളൂ. ഇവിടുത്തെ പ്രാവിന് പേടിയില്ല മോളൂ, നമ്മുടെ നാട്ടിലെ പ്രാവിനെ പോലെയല്ല. ഇനി കുറച്ച് നേരം ഇരിക്കട്ടാ. അപ്പം നമുക്ക് മാഗ്ഡിയിലേക്ക് പോകാം മോളൂ. മാഗ്ഡിയിലേക്ക് പോവാം. അപ്പം മാഗ്ഡിയിൽ പോകാം. പിടിച്ചോ. ഇത് വലിയൊരു സ്റ്റേഷനാണ്, രണ്ടാം ബ്രിഡ്ജ് സ്റ്റേഷൻ. നമുക്ക് നോക്കാം. ഇതേടി ഇതേ ഒരു സാധനം കണ്ട, ഈ വണ്ടി കണ്ട, വെറൈറ്റി അല്ലേ? അത്രയും പേര് ചവിട്ടുമ്പോൾ അത് മൂവ് ആവും. എന്നിട്ട് ഒരാൾ സ്റ്റിയറിംഗ് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നു. കണ്ട, വെറൈറ്റി സാധനമല്ലേ? കൊള്ളാം. പെഡ് ബസ്, പെഡി ബസ്, പെഡ് ബസ് അല്ല പെഡി ബസ്. ഇത് ലൈമിൻ്റെ ബൈക്കാണ്, മറ്റേ റെന്റ് സ്കൂട്ടറാണ്. ഫൈനലി വി ഗോട്ട് എ പ്ലേസ് ടു സിറ്റ്. ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുക. നമ്മുടെ നാട്ടിലെ പോലെ റെസ്റ്റോറൻറ്റും പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മൾ മാഗ്ഡിയിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്തു. അതാണ് മാഗ്ഡി. അവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്തു. ഇവിടെ വന്നിട്ടൊരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. എന്താ കഴിക്കുന്നത് ഫിലി? ഇത് ബർഗറാ, മാഗ്ഡി ബർഗർ, ഹാംബർഗറാ, mayo chicken. Okay, mayo chicken burger with the milkshake. Chocolate shake. Wow, super.
സൂപ്പർ. എങ്ങനെയുണ്ട് മോളു? യമ്മി യമ്മി ആണോ? വലിയ ഇഷ്ടപ്പെട്ടോ? യമ്മി യമ്മി പറയണല്ലോ. എന്നിട്ട് യമ്മി യമ്മി അല്ലെങ്കിൽ പറയണതാണ്, ഇപ്പം പറയുന്നില്ല. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് വരാം. ബൈ. മോൾക്ക് ഐസ്ക്രീം വേണം. മോൾക്ക് ഐസ്ക്രീം വേണം. Hi, are you alright? Yes, how are you? Good, not too bad. ഏതാണോളൂ? നീ ഇങ്ങനെ ഫോൺ പിടിച്ച് കഴിഞ്ഞാൽ അടിച്ചോണ്ട് പോകാൻ സാധ്യത കേട്ടോ. ആൾക്കാർ വന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ പോകും. പേടിപ്പിക്കണല്ല, പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ. എൻ്റെ ലൈഫിൽ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം ക്രൗഡഡാണ് റോഡിലും എല്ലായിടത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ കം അപ്പ് വിത്ത് നെക്സ്റ്റ് വീഡിയോ ആസ് സൂൺ ആസ് പോസിബിൾ. ബൈ.